എനിക്കറിയില്ല ചെറിയച്ച. അവനിത് എന്തിന്റെ സൂക്കേടാ? കൊറേ നാള് മോളെ പറ്റിച്ചു. ഇപ്പൊ എല്ലാം മതിയാക്കി പോയിട്ട് വീണ്ടും അടുക്കാനുള്ള പുറപ്പാടാ. ഞാൻ പറഞ്ഞല്ലോ ചെറിയച്ച, എനിക്കൊന്നും അറിയില്ല. അയ്യോ എന്റെ പൂർണിമയെ, ആ സഞ്ജയ് ഇല്ലേ, അവൻ ആളൊരു കള്ളനാ. അവന് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ കേറിപ്പറ്റാനുള്ള ശ്രമമാണെന്നാ എനിക്ക് തോന്നുന്നു. അതിനു വേണ്ടി അവൻ നമ്മളെ ധ്വനിമോളെ വെച്ച് കുറെ ശ്രമിച്ചു. എന്താ ശരിയല്ലേ? അത് നടക്കാതിരുന്നപ്പോ ഇപ്പൊ നിന്നെ സോപ്പിടാൻ വേണ്ടിട്ടാണ് ഇതേ കൊണ്ടു തരുന്നത്. ദേ, അവനെ ഒരു കാരണവശാലും നീ ഈ വീട്ടിലോട്ട് അടുപ്പിക്കരുത്. അടുപ്പിച്ച് കഴിഞ്ഞ അത് നിനക്കും നമ്മുടെ ധ്വനിമോക്കും ആപത്താ. ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെയാ പൂർണിമ ഇനിയും ജീവിക്കാൻ പോകുന്നത്. ഞാൻ വേണ്ടെന്ന് വെച്ചതൊന്നും ഇനി ഞാൻ സ്വീകരിക്കാനും പോകുന്നില്ല. മിടുപിടിക്ക്, അങ്ങനെ തന്നെ വേണം. ഒരു പൂവും ബൊക്കയും കാണുമ്പോ മയങ്ങി വീഴുന്നൊരു പൈങ്കിളി പെണ്ണാണ് നീ എന്ന് അവൻ കരുതിയിട്ടുണ്ടെങ്കിലേ അത് തെറ്റിപ്പോയെന്ന് അവന്റെ മുമ്പിൽ തന്നെ തെളിയിക്കണം. എനിക്ക് ആരുടെ മുന്നിൽ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, അത് മതി. എടി, അല്ലെങ്കിൽ തന്നെ അവന്റെ പോലെ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഒലിപ്പിച്ച് നടക്കുന്ന ഒരു ചെറുക്കന് നിനക്കെന്തിനാ? അയ്യോ, അവനാ താരെ കൊണ്ട് നടക്കുന്നുണ്ടോ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. ഓ, എന്തൊരു കൊഞ്ചലും കുഴയിലുമായിരുന്നു. ഓ, ഓർക്കുമ്പോ തന്നെ എന്റെ തൊലിയുരിയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിൽ കയറരുതെന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടാ. ഒന്ന് വെയിറ്റ് ചെയ്യ്, നോക്കാം. നോക്കി. ക്ഷണിക്കാത്തവരൊക്കെ കറക്റ്റ് സമയത്ത് എങ്ങനെ ഇവിടെ എത്തി? വീടിനകത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ വിളിച്ചറിയിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ. അതെ, അത് ശരിയാ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ചേടാ, പോവാൻ പറഞ്ഞിട്ട് അവൻ കുഴിച്ചിട്ടടക്കം നിൽക്കുവാണല്ലോ. ഇവിടെ നിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലടാ. നീ നിനക്കെന്താടാ പറഞ്ഞാ മനസ്സിലാവത്തില്ലടാ. ഇറങ്ങിപ്പോടാ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വേണ്ട, ഇറങ്ങിപ്പോ. നല്ലൊരു ദിവസമായിട്ട് പ്രശ്നങ്ങൾ വേണ്ട. ഈ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടല്ലേ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അല്ലേ? പിന്നെ നീ വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടടാ. ഞാനൊന്നും അവസാനിപ്പിച്ച് പോയതല്ല. ഞാൻ കാരണം പൂർണിമയ്ക്കും ദുരുമോൾക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഞാനായിട്ട് മാറിയെന്ന. ഓ, ആ അവസ്ഥയ്ക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചുവരവിനെ കുറിച്ച് നീ അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഉള്ളവരെ സന്തോഷം കളയാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോടാ, പോടാ അങ്ങോട്ട്. അത് പറയേണ്ടത് നിങ്ങളല്ല. ഞാൻ പറഞ്ഞാ മതിയോ? സഞ്ജയ് എന്താ വിചാരിച്ചത്? ഒരു ബൊക്കയോ ഗിഫ്റ്റോ തന്ന കഴിഞ്ഞു പോയതെല്ലാം മറക്കുന്ന ഒരു പെണ്ണാണ് ഞാനെന്ന് വിചാരിച്ചോ? ബൊക്കയോ? എന്ത് ബൊക്കെ എന്ന് കേട്ടിട്ടില്ലേ? എന്റെ കൊടുത്തുവിട്ട നീയല്ലടാ അല്ലേ? ഒന്നും മനസ്സിലാവത്തില്ല എനിക്ക്. എടാ, പ്രേമിച്ച് കിടക്കുന്ന കൊച്ചു പുള്ളര് പോലും ഇതുപോലുള്ള ക്രിഞ്ച് പരിപാടി ചെയ്യത്തില്ലടാ. എടാ, ഈ പ്രായം കുറെ ആയില്ലടാ. നിനക്കിതൊക്കെ എങ്ങനെടാ ചെയ്യാൻ തോന്നിയേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെറുതെ നോണ പറയാൻ നോക്കണ്ട സഞ്ജയ്. കുറച്ചു മുമ്പ് കോഫി ഷോപ്പിൽ വെച്ച് നിങ്ങളെ കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും നമ്മൾ ഒരുമിച്ചുള്ള എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ആ കോഫി ഷോപ്പിൽ പോയി ഇരിക്കാറുള്ളതല്ലേ? ഞാൻ മാറിയെന്ന ശേഷവും ആ ഓർമ്മകളിൽ ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട്. അതാ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ പോയിരുന്നത്. പക്ഷേ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? താര ആ സമയത്ത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഓ അവളോ? ചിലപ്പോ ഞാൻ അവിടെ ഉണ്ടാവുന്ന നമ്മളെ രണ്ടുപേരും അറിയാവുന്ന താരയ്ക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. താര അങ്ങനെ നോക്കി വന്നതാവും. ആ സമയത്ത് തന്നെ നീയും അവിടെ വന്നു. ഓ, അപ്പോ ഞാൻ അവിടെ വന്നതും കണ്ടതുമാണ് പ്രശ്നം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നും ഒരു സത്യമില്ലാന്ന് പറയാനാ ഞാൻ ശ്രമിച്ചത്. മതി. എന്റെ ഉള്ളിൽ എന്തൊക്കെ ധാരണയുള്ളെന്ന് ആർക്കും അറിയില്ല. അതാരെങ്കിലും അറിയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കേട്ടോ, ഈ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. കിരണും ദുർഗയും അവരുടെ ആഗ്രഹത്തിന് ചെയ്തതാ. ഞാൻ അതിന് നിന്നു കൊടുത്തേ ഉള്ളൂ. സഞ്ജയ് വീട്ടിലേക്ക് വരുന്ന ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വെറുതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ചെറിയച്ചൻ പറയുന്നത് സഞ്ജയ് അനുസരിക്കണം. കേട്ടോ, കേട്ടല്ലോ? പൂർണിമ പറഞ്ഞ കേട്ടോടാ. എടാ, പിന്നെ നീ ഇവിടെ താളം ചവിട്ടാ ഇറങ്ങി പോ നോക്കണം. ദുർഗ, ടൈമായി. മോളോട് പോവാൻ പറ. നീ കേക്കുന്നില്ലേ?